നമ്മളിപ്പോ കാസ്കേഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ആ ഭാഗത്താണ് കാസ്കേഡ് കാണുന്നത്. മെയിനായിട്ട് ഈ കാസ്കേഡ് പറയുന്നത് സെന്റർ ഓഫ് ദ ആർട്സ് ആണ്. അലക്സാണ്ടർ തമന്യൻ എന്നാണ് പുള്ളിയുടെ പേര്. നമ്മള് കാസ്കേഡിന്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കാസ്കേഡിന്റെ ടോപ്പ്. ഇതാണ് സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞ 518 സ്റ്റെപ്പുകൾ. ഇത് ഇറങ്ങുന്നവരും കയറുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അർമേനിയയുടെ തലസ്ഥാനമായ യാരവാനി സ്ഥിതി ചെയ്യുന്നതും സെന്റർ ഓഫ് ആർട്ട് എന്ന പേരിൽ പബ്ലിസിറ്റി നേടിയതുമായ ചരിത്രങ്ങളും ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞ ഹാൻഡ്മെയ്ഡ് മ്യൂസിയമായ അർമേനിയയുടെ സ്വന്തം കാസ്കേഡിലോട്ടാണ് ഞാനിന്ന് പോകുന്നത്. നമ്മളിപ്പോ പോകുന്ന റെസ്റ്റോറന്റ് അകത്തൂടെ വേണം കാസ്കേഡിലോട്ട് നടന്നു പോകാനാണ്. റെസ്റ്റോറന്റ് അകമാണ്. 10 മണിയാകുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ റെസ്റ്റോറന്റുകളെല്ലാം ഓപ്പൺ ആകുന്നത്. ഈ കല്ലുകളെല്ലാം മറ്റേ ഇത് പാറയല്ലേ? ഇതെല്ലാം പാറ അതെല്ലാം ഈ പാറ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഗ്ലാഡിങ് ചെയ്തിട്ടോ ഫുള്ള്. അതിന്റെ ഉള്ളിൽ സിമെന്റ് ആയിട്ടായിരിക്കും. അപ്പം പുറത്ത് ബിൽഡിങ്സിന്റെ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് കണ്ടോ അതിന്റെ മേളത്തെ സ്റ്റോൺസ് കാണിച്ചു കൊടുക്കും. രണ്ടും ഡിഫറെന്റ് സ്റ്റോൺ കേട്ടോ. അപ്പൊ താഴത്തെ സ്റ്റോൺ ഡിഫറെന്റ്, താഴത്തെ സ്റ്റോൺ ഡിഫറെന്റ്. അത് ഇവരുടെ ഡിസൈൻ ആണോ ഈ കടയിൽ? ഒരു അവരുടെ ഒരു ഷോപ്പിലെ ഡിസൈൻ ആയിരിക്കും. ടച്ച് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. ട്രഡീഷണൽ ഇവിടുത്തെ കെട്ടിടങ്ങൾ, പുതുതായിട്ട് കഴിയുന്ന കെട്ടിടങ്ങളും എല്ലാം ഇങ്ങനത്തെ ഒരു രീതി തന്നെയാണ്. സ്റ്റോൺസ് ആണ് മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിപ്പോ താഴെയുള്ള ഇന്റർലോക്ക് ആയാലും ക്ലാഡിംഗ് സ്റ്റോൺസ് ആയാലും ഒരു വെറൈറ്റി ലുക്കാണ്. നമ്മളിപ്പോ കാസ്കേഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ആ ഭാഗത്താണ് കാസ്കേഡ് കാണുന്നത്. ഇപ്പോ ഇതാണ് കാസ്കേഡിന്റെ എൻട്രി. ഇതെല്ലാം ശരിക്കും എൻട്രി വരുന്നത് ആ ഭാഗത്തല്ലേ? ഓക്കെ. ഇവിടെ ഇഷ്ടം പോലെ ഇതുള്ള ശിലകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാണത്? പറയോ എനിക്ക്? ആരാണത്? ആർട്ടിസ്റ്റുകൾ കുറെ ഇങ്ങനെ വർക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കാസ്കേഡിന്റെ ഫ്രണ്ട് ഭാഗം, എൻട്രൻസ്. ഈ കാണുന്ന അപ്പാപ്പനാണ് അലക്സാണ്ടർ തമന്യൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് ഇതുണ്ടാക്കാൻ, ഈ കാസ്കേഡ് എന്ന് പറയുന്ന ഈ സ്മാരകം അല്ലെങ്കിൽ ഈ മ്യൂസിയം ഉണ്ടാക്കാനുള്ള പ്രചോദനവും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? അതെ, പുള്ളിക്കാരനായിരുന്നു ഫുൾ ബ്രെയിൻ വർക്ക്. അകത്തോട്ട് കയറാം. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ ഫോറിനേഴ്സിന്റെ കൂട്ടത്തില് റഷ്യൻസ് ഒക്കെ ഒരുപാട് വരും. റഷ്യൻസ് മിക്സ് ആണ്. ഇവിടെ അർമീൻസിന് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും അവരുടെ ലോക്കൽ ലാംഗ്വേജിലൂടെ അവർ സംസാരിക്കുന്ന റഷ്യനാണ്. ഇവർക്ക് ഈ 2 ലാംഗ്വേജും മസ്റ്റായിട്ട്. നമ്മുടെ എന്താ ഇന്ത്യയിൽ ഹിന്ദി മലയാളം, നമ്മൾ ഹിന്ദി മലയാളം സംസാരിക്കുന്ന പോലെയാണ് ഒരു റഷ്യൻ അർമീൻ സംസാരിക്കുന്നത്. നമ്മൾ അതിന്റെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് മെയിനായിട്ട് ഡേറ്റിംഗ് സ്പോട്ടായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഈ കാസ്കേഡ് യഥാർത്ഥത്തിൽ മ്യൂസിയമാണ്. ഇൻസൈഡ് ഈ കാണുന്ന ഈ സ്റ്റെപ്പിന്റെ ഒക്കെ അകത്തായിട്ട് മ്യൂസിയമാണ് വരുന്നത്. ഇവിടുത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ എൻ്റെ അകത്തുണ്ട്. അതാണ് ഇവരുടെ മെയിൻ മ്യൂസിയമാണ്. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ഡേറ്റിംഗ് സ്പോട്ടാണ് കാണുന്നത്. കാരണം ഈ സൈഡിലൊക്കെ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. അത്യാവശ്യം നല്ല പോർഷ് ഏരിയയാണ് ഇത്. അതെ, വെയിൽ താന്ന് കഴിയുമ്പോഴത്തേക്കും നിറച്ച് ആളായിരിക്കും ഇവിടെ. അതുപോലെ പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട്, ഫുള്ള് ലൈറ്റ് ഇട്ട് കാണുന്ന ചെറിയ ഓവിൻ്റെ അകത്തൊക്കെ വെള്ളം വന്ന് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര വൈബാണ്. ആ സമയത്തൊക്കെ ആണെങ്കിൽ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. ആ രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചത്. മെയിനായിട്ട് ഈ കാസ്കേഡ് പറയുന്നത് സെന്റർ ഓഫ് ദ ആർട്സ് ആണ്. ഇതിൻ്റെ അകത്ത് മ്യൂസിയം വരുന്നുണ്ട്. പുറമെ ഇതെല്ലാം കൊത്തുപണി വെച്ച് ഉണ്ടാക്കി വെച്ചത്. ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് വരുന്ന 518 സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ഓവുകളിൽ നിന്നെല്ലാം വെള്ളമാണ് വരുന്നത്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സ്റ്റെപ്പ് കയറേണ്ടവർക്ക് സ്റ്റെപ്പ് കയറാം. പിന്നെ അകത്തൂടെ പിന്നെ എക്സലേറ്റർ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോകാൻ ഞങ്ങൾ വിചാരിച്ചു. 518 സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുണ്ട്. ഈ കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്, ബാറുകളും പബ്ബുകളും ഒക്കെയാണ് ഈ സൈഡിലുള്ളതെല്ലാം. അകത്തൂടെയാണ് കയറാം. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കുറെ ഒരു ഹാൻഡ് മെയ്ഡായി ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വാവ്, ഇത് കാണുന്ന ആൾക്കാരാണ് കേട്ടോ. ഇത് മനുഷ്യന്മാരെ, വുമൻസിനെ ഉണ്ടാക്കി ഇതും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ്.
ഇതാണ് മ്യൂസിയം സ്റ്റോർ. ഇൻസൈഡ് ദ മ്യൂസിയത്തിൽ അതിൻ്റെ അകത്ത് തന്നെയുള്ള കാസ്കേഡിൻ്റെ അകത്തുള്ള ഹാൻഡ് മെയ്ഡായിട്ട് ഇവരുണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് ഇതെല്ലാം. സോവനീർ സാധനങ്ങളൊന്നും മേടിക്കണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. പക്ഷെ എക്സ്പെൻസീവ് ആണല്ലോ, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ ഒരു വില തോന്നുന്നു നല്ല എക്സ്പെൻസീവ് ആണ്. നല്ലൊരു സാധനങ്ങളാണ്, എല്ലാം നല്ല രസമാണ്. തിരിച്ചു വരുമ്പോഴേ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഇത് കയറി 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 മുന്നോട്ട് ചെല്ലും. അപ്പുറത്തോടെ നമ്മൾ പോയായിരുന്നെങ്കിൽ സ്റ്റെപ്പ് കയറണമായിരുന്നു. ഇപ്പുറം കൂടെ വന്നുകൊണ്ട് ഇതിലേക്ക് കൂടെ നമുക്ക് കയറി പോവാം. അപ്പോൾ ഇതെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ഇവർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഈ മ്യൂസിയത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. വാവ്, എന്താണ് ഇത്? അത് ഫ്രൂട്ട് ആണ്. കുറച്ചൊക്കെ മെറ്റലിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മരത്തിന്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ശില. ഇത് ചെയറല്ലേ? ഗെയിം ഓഫ് ത്രോൺസ് ഇല്ലേ? ഗെയിം ഓഫ് ത്രോൺസിന്റെ അകത്ത്. പക്ഷെ അതിൻ്റെ അകത്ത് ഇരുമ്പാണ്, ഇതിൻ്റെ അകത്ത് മരമാണ്. നമ്മളിപ്പോ മ്യൂസിയത്തിന്റെ അകത്തോട്ട് വെളിയിലോട്ട് ഇറങ്ങിയാണ്. ഒരു എത്ര സ്റ്റെപ്പ് കയറണം നമ്മൾ? 20, 30, 50 സ്റ്റെപ്പ് കയറിക്കണം. അതിൻ്റെ അകത്തോട്ട് വന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങിയാണ്. കണ്ടോ, ഇതെല്ലാം ഇരുമ്പാണ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നൊക്കെ ലൈറ്റ് വരും. അപ്പൊ ആ സമയത്ത് ഭയങ്കര രസമാണ്. ഇതാണ് വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോവെന്ന് പറയുന്നതാണ്. ഇതിങ്ങനെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കും എപ്പോഴും. നൈറ്റിലൊക്കെ ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ തെളിയും, പല കളറിലുള്ള ലൈറ്റുകൾ. അതിൻ്റെ അകത്ത് കൂടെ ആയിരിക്കും ഇങ്ങനെ വെള്ളം വീഴുന്നത്. ഓക്കെ, നമുക്ക് മേലോട്ട് വേണ്ടി നിൽക്കാം. അടുത്ത സാധനങ്ങൾ കാര്യം ഇതൊക്കെ ആർട്ട് വർക്കാണ്. ഗാലറിയാണ്. ഇതിൻ്റെ അകത്ത് ഗാലറിയാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇതിൻ്റെ വലിയ പെയിന്റിങ് ഒക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും മേലോട്ട് കയറും. ഇങ്ങനെ സ്റ്റെപ്പ് കയറി മേലോട്ട് വേണം. ഇതെന്തോ പൂവൊക്കെയാണ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 500 സ്റ്റെപ്പ് വെളിയിൽ നിന്ന് കയറുന്നതിന് പകരം നമ്മൾ അകത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിയത്തിന്റെ അകത്ത് ഇതൊക്കെ ആൾക്കാര് കൈവച്ച് പണിഞ്ഞു വെച്ചതാണെന്നാണ് ഇവര് പറയുന്നത്. എല്ലാം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് ഇതിന്റെ അകത്ത് വരുന്നില്ല. കണ്ടോ ചെവിയും. അപ്പൊ ഇത് സ്റ്റോൺ, ഇത് ബ്ലാക്ക് ഗോൾഡ് ആണ്. സ്റ്റോൺ കമ്പി വെച്ചുണ്ടാക്കിയ പക്ഷി. ഓ, ഇതൊക്കെ എന്താണിത്? ഇവിടുത്തെ സ്റ്റോൺ വെച്ച് പണി വെച്ചിരിക്കുകയാണ് ഇവരെല്ലാം. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ഇങ്ങനെ നമ്മൾ മ്യൂസിയത്തിന്റെ ടോപ്പിൽ എത്തിയിരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരേ രീതിയിലാണ് പണി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവരുടെ ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ പണി വെച്ചിരിക്കുന്നതല്ല, ഈ കൊത്തി വെച്ചിരിക്കുന്നതല്ല. ഓരോത്തിനും ഓരോരോ വ്യത്യാസങ്ങളൊക്കെ കാണും. പക്ഷെ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പുറത്തുനിന്നുള്ളവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര വ്യത്യാസമാണ്. ഇവിടുത്തെ ലോക്കൽസിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇവര് ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ചുവരുകൾ, ഇവിടുത്തെ ചുവരുകളിൽ എല്ലാത്തിലും അർത്ഥമുണ്ടെന്നാണ് ഇവര് പറയുന്നത്. ഇത് ഒളിമ്പിക്സിന്റെ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്.
കണ്ടോ, ഇതൊക്കെ ഒളിമ്പിക്സ് അതിന്റെ അർമീൻ ഒളിമ്പിക്സ്, അതിന്റെ ഒളിമ്പിക്സിന്റെ ഈ സാധനങ്ങളെല്ലാം. ഈ ഭിത്തി, ഈ ചുമരുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ സ്റ്റെപ്പ് ഉണ്ട്, അപ്പുറത്ത് സ്റ്റെപ്പില്ല. അപ്പോൾ ഓരോ കൾച്ചർ ബേസിൽ ഓരോന്ന് ഇവർ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മെയിനായിട്ട് ഈ സ്റ്റോണിന്റെ ഒരു ടഫ് സ്റ്റോൺ അങ്ങനെയല്ല എൻ്റെ പേര്, പേര് പറഞ്ഞത് അങ്ങനെ തോന്നി. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് കുറവാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത മെയിനായിട്ട്. പിന്നെ ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഡേറ്റിംഗ് സ്പോട്ടായ ഈ കാസ്കേഡിന്റെ മെയിൻ പോയിന്റ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ സിറ്റി കാണാൻ പറ്റും. ടോപ്പിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഫുൾ സിറ്റി. പിന്നെ മെയിനായിട്ട് അറാറത്ത് മൗണ്ടൻ കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമുക്ക് അറാറത്ത് മൗണ്ടൻ കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെ മേഘത്തിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ടാണ്. ആ ഭാഗത്തായിട്ടാണ് അറാറത്ത് മൗണ്ടൻ വരുന്നത്, പക്ഷെ ഇത് കാണാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, ഇവിടെ മേളിൽ എത്തിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത. പിന്നെ ഫുൾ സിറ്റി, നമുക്ക് ഫുൾ സിറ്റിയുടെ വ്യൂ വേണം. ഇതാണ് സ്റ്റെപ്പ്, ഞാൻ പറഞ്ഞ 518 സ്റ്റെപ്പുകൾ. ഇത് ഇറങ്ങുന്നവരും കയറുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നട്ടുച്ച നേരം ആയതുകൊണ്ടാണ്, ഇപ്പോൾ ഒരു സമയം 12 മണിയായി, 1 മണിയായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്റ്റെപ്പ് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്. അല്ലെ സ്റ്റെപ്പ് ഇറങ്ങി കാണിച്ചു തരാമായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങിയാലും പ്രത്യേകിച്ചൊന്നുമില്ല, ഈ കാണുന്ന പോലെ ഉള്ളൂ സ്റ്റെപ്പ് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം, ഇത് തിരിച്ചിറങ്ങണം. ഇറങ്ങണമെല്ലാം ഒരുപാട് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നോർത്ത് ഇന്ത്യൻസ് ആണ്. നമ്മളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. ഇത് സിൽവർ കോട്ട് അടിച്ചാണ് മറ്റേ അതല്ല, മറ്റേ സിൽവർ പ്ലേറ്റ് ഇറങ്ങാം. എന്താണ് സോഫ, പിയാനോയുടെ ഷേപ്പിലുള്ള സോഫ അല്ലേ. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അല്ലാതെ സ്റ്റെപ്പ് വഴി ഇറങ്ങി വരുന്ന ആള് 518 സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ 518 സ്റ്റെപ്പ് ഇറങ്ങണ്ട, ഇതുള്ളത് കൊണ്ട് അകത്തൂടെ നമുക്ക് ഇറങ്ങി പോകണം. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം കണ്ടു താഴോട്ട് ഇറങ്ങി നമ്മൾ കയറിയ സ്ഥലത്തോട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇവിടെ റിസപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ റിസപ്ഷനിൽ ഇവർ നമ്മൾ കയറിയാൽ തന്നെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റിസപ്ഷൻ. അങ്ങനെ താഴെ എത്തി നമ്മൾ പുറത്തോട്ട് ഇറങ്ങാം. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടല്ലേ. വ്ളോഗൊക്കെ എടുക്കുന്ന ആരൊക്കെ വ്ളോഗ് എടുക്കുന്ന ഡാൻസർ ജന്റാണ്. ഇത് കാസ്കേഡോട് ചേർന്ന് തന്നെയുള്ള ബാറാണ്. ഇവിടെ എല്ലാ ഷോപ്പിലും റെസ്റ്റോറൻറ്റിലും ബാറുകൾ വിത്താണ്. ഇവിടെ എല്ലായിടത്തും പുറത്തിരുന്ന് കഴിക്കാൻ പറ്റും. ഫുഡ് പുറത്തിരുന്ന് കഴിക്കാൻ പറ്റും. പുറത്തിരുന്ന് കഴിക്കുകയും ചെയ്യാം, വെള്ളം അടിക്കാം. കെട്ടിടങ്ങളെല്ലാം പഴയ ഇവരുടെ പാരമ്പര്യം ഇപ്പോഴും ഇവർ മെയിൻറ്റെയിൻ ചെയ്യാം. ആ രീതിയിലാണ് ഇവിടെ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് സ്ട്രീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയാലും ഒക്കെ ഓക്കെ. റെസ്റ്റോറൻ്റാണ്. ആ ഷോപ്പ് ഉണ്ടോ? ഷോപ്പിന്റെ പേരുണ്ടോ? കാണിച്ചുതരാം. അതന്നെ ബാസ്റ്റേഡ്. അതെ ബാസ്റ്റേഡ് ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അവര് പറയുന്നത് കോഫി ഷോപ്പാണ് എന്നാണ്. ഇത് ബാർ അല്ല, കോഫി ഷോപ്പ്. ബാസ്റ്റേഡ് എന്ന് പറയുന്ന കോഫി ഷോപ്പ്. മീറ്റൊക്കെ ഉണ്ട്, മീറ്റൊക്കെ കിട്ടുമെന്നാണ് അറിയുന്നത്. മീറ്റ് ഇവിടെ മെയിൻലി വരുന്ന പോർക്ക് തന്നെ, കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ, അത് കഴിഞ്ഞിട്ടാണ് ബീഫ് വരുന്നത്. ബീഫ് അങ്ങനെ അധികം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല, പക്ഷെ പോർക്ക് എല്ലാവരും ഉപയോഗിക്കും ഇവിടെ. അതെ, നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും
പോർക്കാണ് മെയിൻ. പിന്നെ സ്റ്റേക്ക്, റിബ്സ് ഇഷ്ടംപോലെ ഭയങ്കര ടേസ്റ്റ്. അടുത്ത് റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം അടുപ്പിച്ച് റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെ എല്ലാം പുറത്തിരുന്ന ആൾക്കാർ ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മൾ കാസ്കേഡിൽ നിന്ന് പുറത്തിറങ്ങി വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സിറ്റിയിലോട്ട് എത്തി. സിറ്റിയല്ല, അതിൻ്റെ അടുത്ത് തന്നെ. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് ഈ സമയത്തൊക്കെ. വർക്കിംഗ് ഡേയ്സിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. നമുക്ക് വണ്ടി കൊണ്ടുവന്നാലും വണ്ടി ഒന്നും ഇവിടെ സൈഡിലൊന്നും വിടാൻ പറ്റത്തൊന്നുമില്ല, അപ്പോഴേ ഫൈനാവും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ടാക്സി ഒക്കെ പിടിച്ച് വരാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ താമസിക്കുന്നവരുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഫോറിനേഴ്സ് വന്നിട്ട് റെന്റിന് വണ്ടി എടുക്കുന്നുണ്ട്, അവരുടെ കാര്യമാണ് പറയുന്നത്. സാധാരണക്കാരായ നമ്മുടെ ഇന്ത്യൻ ഫൈൻ കിട്ടും. 4 ലക്ഷം ഡ്രംസ് ആണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഫൈനൊക്കെ ഇഷ്ടംപോലെ വരും. അപ്പൊ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വരെ ആയി. ഓക്കെ, ബൈ.